ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ആ ഒരു ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. വാങ്ങിച്ചിട്ടുള്ള ആട്ടയാണ്. അതിലേക്കൊരു 1/4 കപ്പ് റവ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ളു ബേക്കിംഗ് പൗഡർ കൂടെ ഇട്ട് കൊടുക്കുക, കൂടുതലൊന്നും വേണ്ട. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ കൈ ഉപയോഗിച്ചിട്ടൊന്ന് അധികം പ്രഷർ കൊടുക്കാതെ, അധികം പ്രസ് ചെയ്യാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ആ കുഴയ്ക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ പാലൊഴിച്ച് കുഴയ്ക്കുന്നതിന് മുൻപ് തന്നെ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒന്നിങ്ങനെ മുറുക്കി പിടിക്കാനായിട്ട് പറ്റണം. അപ്പോഴാണ് ഒന്നുകൂടെ നന്നായി കിട്ടുക. ഇതുപോലെ നല്ലോണം ഒന്ന് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടൊരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ഇത്തിരി വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു ഇത്തിരി ഏലക്കാപ്പൊടി ആയാലും മതി, കുഴപ്പമില്ല. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പഞ്ചസാര ഒരുപാട് അലിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ചെറിയ തരിതരിപ്പ് ഉണ്ടായിക്കോട്ടെ. അതോടുകൂടി തന്നെ നമ്മൾ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നത്. എല്ലാം കൂടെ ഒന്നിച്ച് കുഴക്കേണ്ട, കുറച്ച് ഇതുപോലെ ഒഴിച്ചിട്ട് മാവ് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് ചപ്പാത്തിയൊക്കെ പോലെ അത്രയ്ക്കൊരു ലൂസ് വേണ്ട, ഒരു ഇത്തിരി ടൈറ്റിൽ എന്നാൽ ഒരു പാകത്തിന്. അപ്പോൾ നമ്മൾ മൊത്തം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1-2 ടേബിൾ സ്പൂൺ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. മാവ് ഇതാ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇതുപോലെ മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് തന്നെ മതിയാകും. ഇനിയിപ്പോൾ നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ പഞ്ചസാര ഉണ്ടെങ്കിൽ. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അങ്ങ് കുഴച്ചെടുക്കുക. ആ ഒരു പഞ്ചസാര അതിലങ്ങ് പിടിച്ചോട്ടെ. എന്നിട്ട് പാകത്തിന് ഒരു വലുപ്പത്തിലുള്ളൊരു ബോൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറയേണ്ട ആവശ്യമില്ല, ഒരു ഇത്തിരി കട്ടിപ്പിരുന്നോട്ടെ കേട്ടോ. തീരെ കനം കുറഞ്ഞാൽ പൂരിയൊക്കെ പോലെ ആയിപ്പോൾ അത്യാവശ്യം ഒരു കട്ടിയിലിതാ ഈ ഒരു രീതിയിൽ പരത്തിയിട്ട് 4 സൈഡ് കളഞ്ഞിട്ട് ഞാൻ സ്ക്വയർ ഷേപ്പിലാക്കാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടി ഇതുപോലെ 4 സൈഡൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സാധാ ബിസ്ക്കറ്റ് പോലെ റൗണ്ട് ഷേപ്പിൽ മതി എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുപ്പിയുടെ അടപ്പൊക്കെ വെച്ചൊന്ന് മുറിച്ചെടുത്താലും മതി. നമ്മളിപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ ചെറിയൊരു ഡിസൈൻ പോലെ വരാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് താഴേക്ക് വേണ്ട കേട്ടോ, ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ ഷേപ്പ് ആകാൻ വേണ്ടിയിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയെടുത്താം. ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ബാക്കിയുള്ളതും കൂടി അങ്ങ് സെറ്റാക്കി എടുത്താൽ മതി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഓയിൽ ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടി തീ കൂട്ടി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം ഭാഗം കളറ് മാറുകയും ചെയ്യും, ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല, ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് തന്നെ ഇത്തിരി സമയം എടുത്തിട്ടാണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു 1-2 തവണ തിരിച്ചു മറിച്ചു വിടണേ. ഇപ്പോൾ ഈ ഒരു ലൈറ്റ് വൈറ്റ് കളർ കാണുന്നുണ്ടല്ലോ, അത് ഒന്നുകൂടെ തിരിച്ചിട്ട് ഒന്നുകൂടെ ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അങ്ങനെ 2 ഭാഗവും ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിന് നമ്മൾ ബിസ്ക്കറ്റ് എന്ന് പറയാമെങ്കിലും ശരിക്കും ഒരു ബിസ്ക്കറ്റിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. നമ്മൾ മുൻപ് ഒരു ശർക്കര പാര റെഡിയാക്കിയിട്ടുണ്ടല്ലോ, മൈദ വെച്ചിട്ടും ഗോതമ്പ് വെച്ചിട്ടൊക്കെ. അതൊക്കെ കുറച്ചുകൂടി ഒരു ക്രിസ്പി ആയിട്ടുള്ള, പക്ഷേ ഇത് കുറച്ചൊരു വ്യത്യാസമുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് തന്നെയാണ് ഗോതമ്പ് വെച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ മേലേക്ക് വെറുതെ എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം ഇത്തിരി പഞ്ചസാര മേലേക്ക് കൂടി ഇട്ടതാണ് കേട്ടോ അത്. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പി അത്രയേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്